ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പിറമയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മഹാ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം നല്ല സീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടത് ഇന്നത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലി അർജുനും അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അഞ്ജലി അർജുൻ്റെ സ്നേഹം മനസ്സിലാക്കിയാണ് എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം അഞ്ജലി മനസ്സിലാക്കിയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലി അർജുനും തമ്മിൽ ഇടയിലുണ്ടായിട്ടുള്ള പല തെറ്റിദ്ധാരണകൾക്കും ഒരു അന്ത്യമാവുകയാണ്. പക്ഷെ എങ്കിലും അർജുനെ പറ്റി ചില കാര്യങ്ങൾ ഇപ്പോഴും അഞ്ജലി അറിയാനുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. എന്താണെങ്കിലും അർജുൻ നമ്മുടെ അഞ്ജലിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിന് അവസാനം വരെ ഒരിക്കലും അഞ്ജലിയെ വഞ്ചിക്കുകയില്ല, അല്ലെങ്കിൽ അഞ്ജലി വിട്ടുകളയുകയില്ല. തൻ്റെ നെഞ്ചോട് തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുമെന്ന് അഞ്ജലിക്ക് വളരെയധികം സന്തോഷമായി കേട്ടോ. എന്താണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ അനുപമയെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അർജുൻ അഞ്ജലി കണ്ടുമുട്ടിയത് എന്നറിയാൻ വേണ്ടി കുറേ ഏറെ ശ്രമങ്ങൾ അനുപമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി, എങ്കിലും അതൊന്നും നടപ്പായില്ല. അർജുൻ നൈസായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ കുറേ അധികം നല്ല സീനുകൾ ഉണ്ടായിരുന്നു, എങ്കിലും ഇതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീന്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് നമുക്ക് പോകാം. പ്രൊമോയിൽ ആദ്യം കാണുന്ന സീന് എന്ന് പറയുന്നത് നമ്മളെ നല്ല രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം പ്രൊമോയിൽ നമ്മൾ കാണുന്നത് കാവ്യയും കാർത്തിക്കും കൂടി സംസാരിക്കുന്നതാണ്. അതായത് അഞ്ജലിയാണ് കോമൺ ആയിട്ടുള്ള ശത്രു കാർത്തിക്കിൻ്റെയും കാവ്യയുടെയും. അവൾ ഇനി ജീവനോടെ വേണ്ട. അതായത് കാർത്തിക് എന്തോ ഒരു സംഭവം ചെയ്യാനായിട്ട് പോവുകയാണ്. അഞ്ജലി ഇല്ലാതാക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവം ചെയ്യാനായിട്ട് കാർത്തിക് പോകുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഈ ഒരു സംഭവം നല്ല രീതിയിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് അഭി വീണ്ടും അഞ്ജലിയെ കാണാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ വീട്ടിലെത്തുന്നതാണ്. പക്ഷേ അപ്പോഴും അഞ്ജലി അബീനെ അവോയ്ഡ് ചെയ്തു പോവുകയാണ് കേട്ടോ. പക്ഷെ എന്നിട്ടും അബി പോകാൻ കൂട്ടാക്കാതെ പത്മയുമായി സംസാരിക്കുകയാണ്. പത്മയോട് പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് അബി പറയും. അപ്പോൾ പത്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ആ ടെൻഷനാവും, പേടിയാവും. അയ്യോ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയും. എന്താണെങ്കിലും എന്തോ ഒരു സംഭവം നമ്മുടെ അബി പത്മയോട് പറയും. അതിനുശേഷം പത്മ ഇത് അഞ്ജലിയോട് പറയുമ്പോൾ അഞ്ജലി വളരെ സീരിയസ് ആയിട്ട് ടെൻഷൻ കയറിയ ഒരു മുഖത്തോടു കൂടി നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അഞ്ജലിയും പത്മയും ഇല്ലാതാക്കാനുള്ള പ്ലാനുകൾ ഈ ശംഖുചക്രം തറവാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് അബി വന്ന് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നമ്മളെ ഈ അഞ്ജലി ഇല്ലാതാക്കാൻ വേണ്ടി കാർത്തിക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സീനുണ്ട്. അത് നമ്മളെ നല്ല രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും അതെന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ എല്ലാവരും എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.